Good afternoon. Good afternoon, ma'am. Good afternoon. Ashwini miss illa ട്ടോ. പകരം ഞാൻ കേറിയത്. Okay, Nerlin, good afternoon. No, ma'am. Okay, good afternoon, Harita. Unayya. Arsana, good afternoon. Okay. Ma'am, ഞാൻ മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നായിരുന്നു, അഡ്മിറ്റ് ആട്ടോ. അപ്പൊ ഹോസ്പിറ്റലിലാണ് കയറിയേക്കുന്നേ. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കൈ കാണാം. മോളെ കൊണ്ട് അന്നേ ക്ലാസ്സിന്റെ അന്ന് വൈകിട്ട് ഹോസ്പിറ്റലിൽ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നു അന്ന് ക്ലാസ്സിന്റെ അന്ന്. കുഞ്ഞിനെ കൊണ്ട് അഡ്മിറ്റ് ആ ഹോസ്പിറ്റലിൽ, കിംസിലെ ഹോസ്പിറ്റലിലാണ് കയറിയേക്കുന്നെ. ടെക്സ്റ്റ് ബുക്ക് ഒന്നും കഴിയില്ല മാം, എന്താ പറഞ്ഞത്. കുഞ്ഞിന് എന്ത് പറ്റി? മോക്ക് ചുമയും ഇൻഫെക്ഷൻ ആയി, ബ്ലഡ് ഇൻഫെക്ഷൻ കൂടി പോയി മാം. പനിയുടെ ന്യൂമോണിയയുടെ സ്റ്റേജ് ആയെന്ന് പറഞ്ഞു, ആരംഭമായെന്ന് പറഞ്ഞു. ആന്റിബയോട്ടിക് ഉണ്ട്. മാറിക്കോളും, പെട്ടെന്ന് മാറിക്കോളും. ഓക്കെ ശാലിനി, ഗുഡ് ആഫ്റ്റർനൂൺ. അഞ്ജന, ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ മോൾക്കും ഇതുപോലെയായിരുന്നു. എന്റെ മോള് ചെറുതായിരുന്ന സമയത്തെ എപ്പോഴും അസുഖമായിരുന്നു. കുട്ടിക്ക് എല്ലാ മാസവും പനി, ഇൻഫെക്ഷൻ ഇതൊക്കെ പതിവാണ്. എപ്പോഴും എല്ലാ മന്ത്ലി കൊച്ച് അഡ്മിറ്റ് ആയിരിക്കും ഹോസ്പിറ്റലിൽ. അങ്ങനെ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. 4-6 വയസ്സ് വരെ എപ്പോഴും അസുഖവും ഹോസ്പിറ്റലും ഇങ്ങനെയൊക്കെ ആയി. പിന്നെ ഒരു 6 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ നന്ദിനി, നമുക്ക് ഫുഡ് കഴിക്കത്തില്ല, അരിയാഹാരം കഴിക്കത്തില്ല, ചോറ് കഞ്ഞിയും കഴിക്കത്തില്ല, അല്ലാണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കത്തുള്ളൂ. റൈസ് കഴിക്കത്തില്ല. അതാണ് ആരോഗ്യമില്ല. അതായത് എല്ലാ മാസവും ഹോസ്പിറ്റലായിരുന്നു. കഴിഞ്ഞ മാസമൊക്കെ കുഴപ്പമില്ലാതെ പോയതാ. അപ്പൊ ഈ മാസം വീണ്ടും അഡ്മിറ്റ് ആയിപ്പോ 5 ദിവസം കിടക്കണം. സാരമില്ല, ഒരു പ്രായം വരെ ഉണ്ടാവും കുട്ടികൾക്ക്. പിന്നെ ശരിയായിക്കോളും. ഓക്കെ സീനു, മനസ്സിലായോ? നമ്മളെന്താ പറയാ, ബാലാരിഷ്ടതകൾ എന്നൊക്കെ പറയുന്ന 6 വയസ്സ് വരെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെ മോൾക്കൊക്കെ 2.5 വയസ്സിലൊക്കെ എന്താണ് പനിയുടെ കൂടെ തന്നെ ഫിക്സ് വന്നു. ഇതൊക്കെ കുട്ടികൾക്ക് വരുന്നതാണ്. പനിയുടെ കൂടെ പനി കൂടിയിട്ട് പെട്ടെന്ന് ഫിക്സ് ഒക്കെ വന്നു. പിന്നെ 6 വയസ്സ് വരെ എല്ലാ പനിയും വരുന്ന സമയത്ത് ഫിക്സിന്റെ മരുന്ന് കൊടുക്കണം. അതിലേക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. ഓക്കെ ഡേയ്സി, ഗുഡ് ആഫ്റ്റർനൂൺ. 6 വയസ്സ് കഴിഞ്ഞപ്പോ പിന്നെ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴാണ് ആള് കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഹെൽത്ത് വൈസ് ഓക്കെ ഇപ്പോഴാണ്. എത്ര വയസ്സുണ്ട് മോൾക്ക്? എന്തോ? മോൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? മോൾക്ക് ഇപ്പൊ 12 വയസ്സ്. മിസ്സിനെ കണ്ട പയ്യിലാട്ടോ, 12 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്. ഞാൻ 12 വയസ്സുള്ള കുട്ടിയുടെ അമ്മ മാത്രമല്ല, പിന്നെ എനിക്കൊരു മോനും കൂടി ഉണ്ട്. 2 മക്കളുണ്ട്. മോനക്ക് എത്ര വയസ്സായി? മോന് 7 വയസ്സ്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാലോ. ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു പബ്ലിക് റിലേഷൻസ് ഇൻ കമ്മ്യൂണിറ്റി അല്ലെ? ഓക്കെ, പബ്ലിക് റിലേഷൻ എന്താണ്? അതിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് പബ്ലിക് റിലേഷന്റെ 2 ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു. പബ്ലിക് റിലേഷന്റെ നീഡ് നമ്മൾ പഠിച്ചു. ഓക്കെ സജിന, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ പബ്ലിക് റിലേഷന്റെ നീഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെത്തേഡ്സ് ആണ് അല്ലെ? മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 2 മെത്തേഡുകളാണ് അതിനകത്ത് വരുന്നത് ഇല്ലേ? ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ്, 2 കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ്. അതിനകത്ത് ഓപ്പറേറ്റീവ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു.
അല്ലെ? അതായത് ഓപ്പറേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ഉൾപ്പെടുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് അല്ലെ. നല്ല ഓപ്പറേഷൻസ്, നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അത് നമ്മൾ പറഞ്ഞതാണ്, അതിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത്തെ മെത്തേഡ്, അതാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ കേട്ടോ. രണ്ടാമത്തെ മെത്തേഡാണ് ഇത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് നോക്കാം. ഇത്രയും ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. ആദ്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താണ് ആദ്യം പറഞ്ഞിട്ട് ഈ പോയിന്റുകൾ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാല്? ദീസ് മെത്തേഡ്സ് എംപ്ലോയ് means of communication in all possible forms to enable the hospital to convey its message to the public. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് നമ്മൾ പറഞ്ഞത്? ദിസ് മെത്തേഡ് എംപ്ലോയ് means of communication in all possible forms to enable the hospital to convey its message to the public. ഹോസ്പിറ്റലിന് അവരുടെ മെസ്സേജസ് പബ്ലിക്കിലോട്ട് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ പറ്റും? ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട് അല്ലെ. മാസ് മീഡിയ അല്ലെ, നമ്മൾ TV, റേഡിയോ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബേസ്ഡ് പോർട്ടൽസ്, വെബ്സൈറ്റുകള്, ആഡുകള് അല്ലെ, നോട്ടീസുകള്, മീറ്റിംഗ്സുകള്, ഇതിലൂടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലെ, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഹോസ്പിറ്റലിന് അവരുടെ മെസ്സേജസ് പബ്ലിക്കിലോട്ട് കൺവേ ചെയ്യാനായിട്ട് എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു മെത്തേഡ്, ദാറ്റ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? Some of these are also intermixed with the intramural functions of the hospital and the operative methods. അപ്പോ നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ പലതും എന്താണ് ഇന്റർമിക്സ്ഡ് വിത്ത് ദ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇൻട്രാമ്യൂറൽ, എക്സ്ട്രാമ്യൂറൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രാ ട്രാൻസ്ഫറിനെ പറ്റി പറഞ്ഞില്ലേ? എന്താണ്? these are the functions within the hospital. ആ ഹോസ്പിറ്റലിനകത്ത് തന്നെ നടക്കുന്ന ഫങ്ഷൻസ്, ഈ ഹോസ്പിറ്റലിനകത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് തന്നെ ശരി, കറക്റ്റ് ആണ്, ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ പലതും ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസും ഓപ്പറേറ്റീവ് മെത്തേഡുകളൊക്കെ ഉൾപ്പെടുന്നതാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ ആണ് അല്ലെ. ഹോസ്പിറ്റലിനകത്ത് തന്നെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. ഏത് രീതിയിലാണ്? സ്റ്റാഫ് മീറ്റിംഗ്സ് നടത്തുന്നുണ്ട് അല്ലെ. സ്റ്റാഫുകളുമായിട്ടുള്ള മീറ്റിംഗ്സുകള്, നോട്ടീസുകള് അല്ലെ, നോട്ടീസുകൾ അടിക്കുന്നത്, നോട്ടീസ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്? അത് ഇന്റേണലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ അകത്ത് സ്റ്റാഫുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫ് മീറ്റിംഗ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നോട്ടീസുകൾ അല്ലെ, സർക്കുലറുകളൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? അതും ഒരു ഇൻട്രാമ്യൂറൽ എന്താണ് ഫംഗ്ഷൻസിൽ വരുന്നതാണ് അല്ലെ. അതായത് ഇൻസൈഡ് ദ ഹോസ്പിറ്റലിനകത്ത് തന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന മാർഗങ്ങളാണ് സ്റ്റാഫ് മീറ്റിംഗ്സ്, സർക്കുലർ ഇറക്കല്, നോട്ടീസുകളിലൂടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളത് എന്താണ്? ഓപ്പറേറ്റീവ് എന്താണ് പറയുന്നത്? ബ്രോഷർ. ഓക്കെ, അതെ അതെ, ബ്രോഷർ നമുക്ക് പറയാനുണ്ട് കേട്ടോ, ബ്രോഷറിനെ പറ്റിയിട്ട്. പിന്നെ വരുന്നത് ഓപ്പറേറ്റീവ് മെത്തേഡ്. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെയിലി ഒരു ഹോസ്പിറ്റലിന്റെ റൂട്ടീൻ ആയിട്ടുള്ള ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് വിത്തിൻ ദ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് ഡിസ്കസ് വിത്ത് സ്റ്റാഫ് അബൌട്ട് ദ ഫിസിക്കൽ പേഷ്യൻസ് കെയർ അല്ലെ. പേഷ്യന്റിന്റെ പരിചരണത്തെ പറ്റിയിട്ട് ഡോക്ടേഴ്സ് സ്റ്റാഫുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ എന്ത് നടക്കുന്നുണ്ട്? ഓപ്പറേഷൻസ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഡെയിലി റുട്ടീൻ ആയിട്ട് ഡേ ടു ഡേ നടക്കുന്ന ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസും നടക്കുന്നുണ്ട്.
പിന്നെ അടുത്തത് എന്താണ്? അതർ ഡീൽസ് വിത്ത് മീഡിയ. മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നുണ്ട്? അതെങ്ങനെയാണ് നടക്കുന്നത്? എക്സ്ട്രാ മ്യൂറൽ ആയിട്ട്. ദാറ്റ് മീൻസ് നമ്മൾ എന്താണ് പുറത്ത്, അതായത് മീൻസ് TV വഴി, റേഡിയോ, അല്ലെങ്കിൽ ഈ പറയുന്ന ആഡുകൾ വഴി, അല്ലെ, സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ വഴിയായിട്ട്, ഇന്റർനെറ്റ് ബേസ്ഡ് പോർട്ടൽസ് വഴിയായിട്ട് പുറമേയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇൻട്രാമ്യൂറൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, എക്സ്ട്രാ മ്യൂറൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, ഓപ്പറേറ്റീവ് മെത്തേഡും എല്ലാം ഇന്റർമിക്സ് ചെയ്ത് വരുന്നതാണ് കേട്ടോ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ സ്റ്റാഫ് മീറ്റിംഗ്സ്, നോട്ടീസ് എന്നൊക്കെ പറഞ്ഞ് ഇൻട്രാമ്യൂറൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. അതേസമയം നമ്മൾ മാസ് മീഡിയ വഴിയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് പുറത്തുള്ള ആളുകളുമായിട്ടാണ്, അല്ലെ? ഓക്കെ, അതും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഓക്കെ, ഇത്രയുള്ളൂ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താന്നുള്ളത് മനസ്സിലായല്ലോ, അല്ലെ? ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, ഇനി നമുക്ക് നോക്കാം കേട്ടോ. ഈ പോയിന്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളാണ്. അപ്പൊ നോക്കാം, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ നിന്ന് ഫസ്റ്റ് വൺ, ടു മേക്ക് അവൈലബിൾ suitable information to the patients, the relatives and visitors. And to make available suitable information to the patients, their relatives and visitors. അല്ലെ, ഈ പറയുന്ന പേഷ്യൻസിനായിക്കോട്ടെ, അവിടെ വരുന്ന റിലേറ്റീവ്സിനായിക്കോട്ടെ, മറ്റ് വിസിറ്റേഴ്സിനായിക്കോട്ടെ, അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, അല്ലെ? ഇതൊരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്ന ഒരു കാര്യമാണ്, അല്ലെ? അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെ? അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അത് പ്രൊവൈഡ് ചെയ്യാം. അതൊക്കെയാണ് പേഷ്യൻസിനായിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സിനായിക്കോട്ടെ, വിസിറ്റേഴ്സിനായിക്കോട്ടെ, എല്ലാവർക്കും സ്യൂട്ടബിൾ ഇൻഫർമേഷൻ അവൈലബിൾ ആക്കി കൊടുക്കാം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? എ പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പലിംഗ് ഓൺ റിട്ടേൺ വൺസ്. എന്താണ് അവിടെ പറയുന്നത്? രേഖാമൂലമുള്ള പരാതികൾ ഒഴിവാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കാതെ വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, അല്ലെ? നമുക്ക് എന്താണ് റിട്ടേൺ ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഓറലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവിടെ എന്താ പറയുന്നത്? രേഖാമൂലമുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാക്കാതെ വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം, എഴുതാനും വായിക്കാനും ഒക്കെ അറിയാത്ത ആളുകൾ വന്നൂടെ ഒരു ഹോസ്പിറ്റലിൽ? ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മൾ അറിയിക്കാനുണ്ടെങ്കിൽ അവരോട് നമ്മൾ രേഖാമൂലം എഴുതി തരാൻ പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാര്യം എന്താണ്? അവർക്ക് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവരോട് ഓറൽ കംപ്ലൈന്റ്സ് ആയിട്ട് നമ്മൾ അത് രജിസ്റ്റർ എടുക്കേണ്ടി വരും, അല്ലെ? അപ്പൊ അതും ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതാണ് അവർ പറയുന്നത്, എല്ലാ ആളുകളെയും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം, അല്ലെ? അപ്പൊ റിട്ടേൺ രേഖാമൂലമുള്ള പരാതികൾ നിർബന്ധമാകാതെ വാക്കാലുള്ള പരാതികളും കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാവണം. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളാണ് കേട്ടോ. സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. ഓക്കെ സലീന, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്? നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മീൻസ് പബ്ലിക് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് കൊടുക്കാം? റിപ്ലൈ കൊടുക്കാം. അതൊരു നല്ല കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്, അല്ലെ? ഒരാളെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്ത് കുറെ നേരം കഴിഞ്ഞിട്ട് അതിനൊരു മറുപടി പറയുന്നതാണോ ശരി? അല്ല. സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്, പബ്ലിക് അവരുടെ ആവശ്യങ്ങൾ അവര് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കുക. അതൊരു നല്ല കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ എന്താണ്? പ്രൊവിഷൻ ഓഫ് സജക്ഷൻ ബോക്സ് അറ്റ് എ സ്യൂട്ടബിൾ പ്ലേസ്. അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളില് പരാതി ബോക്സുകളിലെ സജക്ഷൻ ബോക്സുകള് സ്ഥാപിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാവും. നമുക്ക് സജക്ഷൻ ബോക്സുകളിലൂടെ എന്ത് ചെയ്യാം? പബ്ലിക്കിന് ഹോസ്പിറ്റലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ പരാതികളോ ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സജക്ഷൻ ബോക്സുകൾ വഴിയായിട്ട് അവർക്ക് അറിയിക്കാം. അതൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയല്ലേ അവിടെ നടത്തുന്നത്. പിന്നെ അടുത്തത് എന്താണ്? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസ്, എക്സിബിഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ ബ്രോഷർ. നേരത്തെ പറഞ്ഞില്ലേ ബ്രോഷറിന്റെ കാര്യം? ആർ ടു ബി എക്സിബിറ്റഡ്, അല്ലെ? അതായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ്,
ഫിലിം ഷോസുകള്, എക്സിബിഷൻസ്, ഹോസ്പിറ്റൽ ബ്രോഷറുകള്. ബ്രോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഒരു ഹോസ്പിറ്റലിന്റെ ബ്രോഷർ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ ബ്രോഷറുകള്? അതായത് ആ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകളും അവിടെയുള്ള ഫെസിലിറ്റികളും അവിടെ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ നൽകുന്ന ഒരു ബുക്ക്ലെറ്റ് ആണ് അല്ലെ? ആ ഒരു ബുക്ക്ലെറ്റിനെയല്ലേ നമ്മൾ ബ്രോഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ബ്രോഷറുകളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അറിയാലോ, നമ്മൾ TV, റേഡിയോ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ആഡുകളിലൂടെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഫിലിം ഷോസുകൾ കണ്ടക്ട് ചെയ്യാം, എക്സിബിഷൻസ് അല്ലെ? എക്സിബിഷൻസിലൂടെ കമ്മ്യൂണിക്കേഷൻ തന്നെയല്ലേ അവിടെ നടക്കുന്നത്. ഹോസ്പിറ്റൽ ബ്രോഷറുകൾ വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഹോസ്പിറ്റലിൽ പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളാണ്. നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിൽ അവരുടെ മെസ്സേജ് കൺവേ ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഏതൊക്കെ ആശയവിനിമയ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാമോ അതെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനകത്ത് ഉൾപ്പെടുത്താം. അപ്പൊ ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ഫിലിം ഷോകളും എക്സിബിഷൻസും ഹോസ്പിറ്റൽ ബ്രോഷറൊക്കെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് മാർഗങ്ങളാണ് അല്ലെ? പിന്നെന്താണ്? സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് വിമൻസ് ഓർഗനൈസേഷൻസ് ആൻഡ് റിലീജിയസ് ലീഡേഴ്സ് ക്യാൻ കണ്ടക്ട് ഹോസ്പിറ്റൽ ടൂർസ് അല്ലെ? അതുപോലെ സ്കൂൾ ടീച്ചേഴ്സ്, ഹൗസ് വൈഫ്, മെമ്പേഴ്സ്, വിമൻസ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ്, അവർ റിലീജിയസ് ലീഡേഴ്സ്, അവർക്കൊക്കെ ഹോസ്പിറ്റൽ ടൂറുകൾ കണ്ടക്ട് ചെയ്യാം. ടൂർ പോകാൻ പറ്റിയൊരു സ്ഥലമല്ലേ ഹോസ്പിറ്റല്? അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലില് വിസിറ്റ് നടത്താം എന്നാണ് പറയുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ടൂർ പോകുമ്പോ എവിടെ പോവുക? നമുക്ക് സന്തോഷം കിട്ടുന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിലേക്ക് കാര്യങ്ങൾ ടൂർ പോകുന്നത്. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ വിസിറ്റ് നടത്താന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഇപ്പൊ ഈ നമ്മുടെ സ്കൂളുകളിലെ ഈ റെഡ് ക്രോസിന്റെ ഒക്കെ ക്ലബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അവർക്ക് ഈ വെക്കേഷൻ സമയങ്ങളൊക്കെ വരുമ്പോ അവരുടെ ആ ഒരു ഭാഗമായിട്ടൊക്കെ സ്കൂൾ ഈ പറയുന്ന പോലെ സ്കൂൾ ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സിന്, വിമൻ ഓർഗനൈസേഷൻ ആളുകൾക്ക് ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താം. നമ്മളവിടെ വിസിറ്റ് നടത്താന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ട് നേരിട്ട് പോയി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? ടു ഹോൾഡ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ or open day house where public can be shown every aspect of the hospital operation that include some of the highly technical functions അല്ലെ? അതുപോലെ ഹോസ്പിറ്റൽ ആനുവൽ ഡേ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസ്. ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക്കിന് ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഒരു ദിവസം നമ്മൾ ഒരുക്കി കൊടുക്കുക. ഓപ്പൺ ഡേ ഒരു ദിവസം പബ്ലിക്കിന് വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താണ്? പബ്ലിക്കിന് നേരിട്ട് വരാനും അവിടുത്തെ ഫെസിലിറ്റികളെ പറ്റിയും സർവീസസുകളെ പറ്റിയും അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് നേരിട്ട് ചോദിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ അവസരം കിട്ടുകയാണ് അല്ലെ? അതാണ് അവരിവിടെ പറയുന്നത്. ടെക്നിക്കൽ ഫങ്ഷൻസ്, സാങ്കേതികമായിട്ടുള്ള ഫങ്ഷൻസ് ഉൾപ്പെടെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ഒരു പബ്ലിക്കിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ആനുവൽ ഹോസ്പിറ്റൽ ഡേ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും അതിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ വേറെ ഒന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യാണ്? ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുകയാണ്. ഓക്കെ, പിന്നെ എന്താണ്? യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ്ഫുൾ ടു ഇംപ്രൂവ് ദ പബ്ലിക് റിലേഷൻ. നമുക്കറിയാലോ, മാസ് മീഡിയാസ്, TV, റേഡിയോ, ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പോർട്ടൽസ്, വെബ്സൈറ്റുകള്, ആഡുകള്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകള്, ഇങ്ങനെയുള്ള മാസ് മീഡിയാസ് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്നത്. ചോദ്യം എങ്ങനെയാണെന്നറിയോ വരിക? ഏതെങ്കിലും കാര്യങ്ങൾ തന്നിട്ട് നിങ്ങളോട് ഓപ്പറേറ്റീവ് മെത്തേഡ് ആണോ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് അറിയണം, തിരിച്ചറിയാൻ പറ്റണം. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? നല്ല പ്രവർത്തികൾ, നല്ല പ്രവർത്തനങ്ങൾ, അതായത് ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ് എന്നൊക്കെ പറയുന്ന നല്ല പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ്? ഓപ്പറേറ്റീവ് മെത്തേഡുകൾ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവർക്ക് സ്യൂട്ടബിൾ ഇൻഫർമേഷൻ കൊടുക്കുക, സജഷൻ ബോക്സുകള്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ്, ഫിലിം ഷോകള്, എക്സിബിഷൻസ്, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻസ്, ഓപ്പൺ ഡേ ഹൗസ്, അതുപോലെ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയോ? അത് നമ്മൾ പഠിച്ചത് വേറൊന്നുമല്ല, ഈ പറയുന്ന പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്
നമുക്ക് സ്വീകരിക്കാവുന്ന 2 മെത്തേഡുകൾ ഏതൊക്കെയാണ്? രണ്ട് മെത്തേഡേ ഉള്ളൂ. ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡ്, ഒന്ന് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ കുറച്ച് പോയിന്റുകൾ പറഞ്ഞില്ലേ? ആ സെയിം പോയിന്റുകൾ തന്നെയാണ് ഇവിടെ ബോക്സിലാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബോക്സിൽ നമുക്ക് പുതിയതൊന്നും പഠിക്കാനില്ല. കുറെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ പറഞ്ഞ പോയിന്റ്സുകൾ തന്നെയാണ് ബോക്സിൽ എഴുതിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ചു വിടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൽ അങ്ങനെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. കേട്ടോ, കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം? ഈ പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞെന്താണ്? providing appropriate information to patients, their relatives and visitors. അല്ലെ, നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിനായിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സിനായിക്കോട്ടെ, വിസിറ്റേഴ്സിനെ ആയിക്കോട്ടെ, അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അല്ലെ, എപ്പോഴൊക്കെയാണ് നമ്മൾ അവർക്ക് പ്രോപ്പർ, അതൊരു കമ്മ്യൂണിക്കേഷൻ അല്ലേ എവിടെ പറയുന്നത്? ഓക്കെ, നല്ല അനുയോജ്യ, അവർക്ക് എപ്പോഴും ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് സ്യൂട്ടബിൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ കാര്യമാണ്. അല്ലെ, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ അവരുമായിട്ട് കുറെ സംസാരിക്കാം, പല ഭാഷകൾ സംസാരിക്കാൻ മാത്രമല്ല, അവർക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെന്താണോ എൻക്വയറി ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതും എന്താണ്? നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ ഭാഗമാണ്. അല്ലെ, എപ്പോഴൊക്കെയാണ് നോക്കിയേ? അറ്റ് എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ, അവിടെയാണ് നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നത്. അല്ലെ, എൻക്വയറിക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ സമയത്ത്, രോഗി അദ്ദേഹം വരുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യണം. അല്ലെ, ഓക്കെ, എൻക്വയറി സമയത്ത്, രജിസ്ട്രേഷൻ സമയത്തൊക്കെ നമുക്ക് പല ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട്, ഇപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പൂരിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും. അപ്പോഴൊക്കെയാണ് അവർക്ക് ഇൻഫർമേഷൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഓൺ പേഷ്യൻസ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ. അതുപോലെ തന്നെ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ രോഗിയുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റിയിട്ടും, പിന്നെ എന്തൊക്കെ തുടർ നടപടികൾ അവർ എടുക്കണം, ഫോളോ അപ്പിനെ പറ്റിയൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോഴൊക്കെയാണ്. അല്ലെ, ഒന്ന് രജിസ്ട്രേഷൻ സമയത്ത്, എൻക്വയറി സമയത്ത്, അതുപോലെ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ പറയാറുണ്ട്. അല്ലെ, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റിയിട്ടും, ഇനി എന്തൊക്കെ ഫോളോ അപ്പ്, ഇപ്പൊ അതായത് എന്തൊക്കെ തുടർ നടപടികൾ എടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ദിസ് പർപ്പസ്. ഇനി നമ്മളൊരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ സാധിക്കുന്നത് ആർക്കായിരിക്കും? അറ്റൻഡിംഗ് ഫിസിഷ്യന്, അവർ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർക്കായിരിക്കും. ആ ഡോക്ടർക്കാണ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ ആ രോഗിയുടെ അവസ്ഥ എന്താണെന്നും, ഇനി എന്തൊക്കെ ഫോളോ അപ്പ് ആണ് അവർ ചെയ്യേണ്ടതെന്നും പ്രോപ്പർ ആയിട്ടുള്ള സ്യൂട്ടബിൾ ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണ്? അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ്. അതാണ് അവരവിടെ പറയുന്നത്, പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ. അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോഴൊക്കെ ഡിസ്ചാർജ് സമയത്ത്, അല്ലെങ്കിൽ എൻക്വയറി സമയത്ത്, രജിസ്ട്രേഷൻ സമയത്ത്, അല്ലെ, ഇപ്പോഴൊക്കെ പ്രോപ്പർ ആയിട്ട് അവർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാം. അതാണ് അവരുടെ ഉദ്ദേശം. കേട്ടോ, ഓക്കെ, വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല, മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് an open house approach to the visitors without interfering in the routine medical care functions. അല്ലെ, ഒരു എന്താ പറയാ, ഹോസ്പിറ്റലിലെ റൂട്ടീൻ ആയിട്ടുള്ള മെഡിക്കൽ ഫംഗ്ഷൻസുകൾക്ക് തടസ്സം വരുത്താതെ നമ്മളൊരു ഓപ്പൺ ഹൗസ് അപ്രോച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഡേ ഹൗസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം പബ്ലിക്കിനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പബ്ലിക്കിൽ നിന്ന് ആളുകൾക്ക് നേരിട്ട് വരാനും ആ ഹോസ്പിറ്റലിനെ പറ്റി നേരിട്ട്, അവരുടെ സേവനങ്ങളെ പറ്റിയിട്ട്, അവിടുത്തെ ഫെസിലിറ്റികളെ പറ്റിയിട്ട് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരവസരം നമ്മൾ കൊടുക്കാണ്. പക്ഷെ അതൊരിക്കലും എങ്ങനെയാവരുത്? ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിൽ ഒരു ഓപ്പൺ ഡേ ഹൗസ് അപ്രോച്ചും നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ്. ഓക്കെ, അപ്പൊ നോക്കി, ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് to the patients cannot be avoided in a peculiar socio-cultural ethos. The queries of relatives and visitors can be satisfied if a doctor or senior nurse conversant with the ward is made available in the ward during the visiting hours for this purpose.
ഞാനൊന്നുമല്ല പറയുന്നത്, നമ്മുടെ ഒരു കൾച്ചറിനനുസരിച്ച് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ വിസിറ്റേഴ്സ് വരും. നമ്മുടെ നാട്ടിലെ തന്നെ കാര്യം എടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലൊക്കെ അസുഖമായിട്ട് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാണാൻ പോണ പരിപാടി നമുക്കുണ്ട് അല്ലെ, പൊതുവെ നമുക്കുണ്ട് അല്ലെ. ഈ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ എന്ത് ചെയ്യും, അവരെ കാണാൻ പോകും അല്ലെ. നമ്മുടെ ഒരു രീതിയാണിത് അല്ലെ. അപ്പൊ നമുക്കൊരിക്കലും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു കാര്യമാണ്, നമ്മുടെ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ച് എന്താ പറയുന്നത്, queries of relatives and visitors that can be satisfied if doctor or senior nurse consultant is made available in the model. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പേഷ്യന്റിനെ സംബന്ധിച്ച് റിലേറ്റീവ്സ്, വിസിറ്റേഴ്സ് ചോദിക്കുന്ന അവരുടെ അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനായിട്ട് അവിടെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സോ വാർഡിൽ അവൈലബിൾ ആവുന്നത് നല്ലതായിരിക്കും. കാര്യം അങ്ങനെ ആവുമ്പോഴാണ് അവര് ഇപ്പൊ രോഗിയെ പറ്റി വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത് ആ വാർഡില് ഇൻചാർജ് ഉള്ള ഡോക്ടർക്കോ അല്ലെങ്കിൽ നഴ്സിനോ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവര് എപ്പോഴും അവിടെ അവൈലബിൾ ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് അവര് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, അഡ്മിനിസ്ട്രേഷൻ റൗണ്ട്സ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. ഹവർ they should be as informal as possible. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡിഫറെന്റ് ലെവലിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇടയ്ക്ക് അവര് റൗണ്ട്സ് നടത്തുക. അപ്പോ അത് റൗണ്ട്സ് ചെയ്യുന്നതിന് നമ്മൾ അങ്ങനെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് റൗണ്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നേരിട്ട് പോയി പേഷ്യൻസുമായിട്ട് സംസാരിക്കാൻ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും സജഷൻസുകളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗൈഡൻസും മറ്റൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഇടയ്ക്ക് റൗണ്ട്സ് നടത്തേണ്ടതാണ്. പിന്നെ എന്താണ്, however they should be as informal as possible. പരമാവധി ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇപ്പോൾ എങ്ങനെയായിരിക്കണം, കാഷ്വൽ ആയിരിക്കണം, ഇൻഫോർമൽ ആയിരിക്കണം. അതായത് വളരെ ഫോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, ഏറ്റവും കാഷ്വൽ ആയിട്ട് ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നതാണ് സൈനേജ് ആൻഡ് നെയിം ബോക്സ് കേട്ടോ. സൈനേജ് ആൻഡ് നെയിം ബോക്സ് അത് മറ്റൊരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ് അല്ലെ. സൈനേജ് ബോർഡുകള്, നെയിം ബോർഡുകള്, നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ബോർഡുകൾ കണ്ടിട്ടില്ലേ, നെയിം ബോർഡുകൾ കണ്ടിട്ടുണ്ട്, സൈനേജ് ബോർഡുകളൊക്കെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതും ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അല്ലെ. നമുക്ക് ഒരാളുടെ അടുത്ത് പോയി ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ ബോർഡുകൾ വഴിയായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് എന്താണ്, ഹോസ്പിറ്റലിൽ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മാർഗം തന്നെയാണ് അല്ലെ ഇത്തരത്തിലുള്ള സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് എന്ന് പറയുന്നത്. ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്സ്. നമുക്ക് സൈനേജ് ബോർഡുകള് അത് നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ കുറേ കൂടെ നമുക്ക് ഈസിയാണ് അല്ലെ. ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ് കേട്ടോ. അതുപോലെ ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. ഫ്ലോർ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കെട്ടിടത്തിന്റെ, ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു എന്താ പറയാ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെയുള്ള ആ ഒരു ലേ ഔട്ട്, ആ ഫ്ലോർ ലേ ഔട്ട്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് എവിടെ പ്രവർത്തിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടില്ലേ, ഇന്ന ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അവിടേക്ക് ഒരു ആരോ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാത്ത് ലാബ് ഏരോ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ പറയുന്ന പോലെ നെയിം ബോർഡുകള്, സൈനേജ് ബോർഡുകളൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഫ്ലോർ പ്ലാൻസുകൾ ദാറ്റ് ഈസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. അത് തോന്നിയ സ്ഥലത്തല്ല നമ്മൾ അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. സ്ട്രാറ്റജിക് പ്ലേസസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് വിസിബിൾ ആവുന്ന സ്ഥലത്ത് ഇരിക്കണം നമ്മൾ ഇങ്ങനെയുള്ള സൈനേജ് ബോർഡുകൾ വെക്കേണ്ടത് അല്ലെ. അല്ലാതെ നമ്മൾ ഉള്ളിലോ അല്ലെങ്കിൽ മുക്കിലോ മൂലക്കോ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല അല്ലെ. പെട്ടെന്ന് ആളുകൾക്ക് വിസിബിൾ ആവുന്ന സ്ഥലത്ത്, ഒരു OP ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന അവിടേക്ക് വരുന്ന സമയത്ത്, അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന ഫ്ലോർ പ്ലാൻസിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. പിന്നെ ഓൾ റൂംസ് ഷുഡ് ബി നമ്പർ. അതുപോലെ എല്ലാ റൂമുകളും നമ്മൾ നമ്പർ ചെയ്തിരിക്കണം. പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് വിസിറ്റർ ഗൈഡ് കേട്ടോ. അതുപോലെ നമ്മൾ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ബ്രോഷർ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ മിസ്സിംഗ് ആണോ? അത് മിസ്സിംഗ് ആണോ? മിസ്സിംഗ് ആണെങ്കിൽ എഴുതി ചേർക്കണം കേട്ടോ. പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷർ ഉണ്ട് കേട്ടോ. അവിടെ ബ്രോഷർ, BROCHURE, ബ്രോഷർ, BROCHURE, ബ്രോഷർ. ഓക്കെ. അതുപോലെ പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷർ ആൻഡ് വിസിറ്റർ ഗൈഡ്. പേഷ്യന്റിന്റെ വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബ്രോഷറുകള്, വിസിറ്റർ ഗൈഡുകള് അതൊക്കെ അവിടെ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്,
കംപ്ലൈൻസ്, കോംപ്ലിമെന്റ്സ്, സജഷൻസ് കേട്ടോ. കംപ്ലൈൻസ്, കോംപ്ലിമെന്റ്സ്, സജഷൻസ്. അതായത് a provision to listen to verbal complaints instead of insisting on return ones. He makes a provision of a suggestion box at an appropriate place. അതായത് നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞത്, രേഖാമൂലമുള്ള പരാതികൾ നമ്മൾ നിർബന്ധമാക്കാതെ വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇമെയിൽസ്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് എ സജഷൻ ബോക്സ്, അല്ലെ, സജഷൻ ബോക്സ്, ഇതൊക്കെ അതിന് ഇങ്ങനെയുള്ള മാർഗങ്ങൾ കേട്ടോ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, വിവിധ തരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ. അവിടെ നിങ്ങളുടെ ടെക്സ്റ്റില് ഫുള്ളായിട്ട് കിടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അവിടെ മുറിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ? ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടോ ആ ബോക്സിന്റെ? വിട്ടുപോയിട്ടുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ഒന്ന് നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ. ഇനിയിപ്പോ പക്ഷെ എന്താണ് അവിടെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും വരാറില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ അവിടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇവിടെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാം. അവിടെ ഹെഡിങ് ഉണ്ട്, ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻസ് എന്നാണ്, സോറി ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് എന്നാണ് കേട്ടോ. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് അവിടെ ഉണ്ട്. അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണിത്. അതായത് ഹോസ്പിറ്റൽ ടൂർസ് by the groups such as school teachers, students, members of various organizations, people's representative, religious leaders, etc. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് അല്ലെ. ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താവുന്നതാണ്. ആർക്കൊക്കെയാണ്? സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് വാരിയസ് ഓർഗനൈസേഷൻസ്, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് എന്നിവർക്കുണ്ട്. എന്താണ് കല്യാണിച്ചിട്ടുള്ള ഹെഡിങ് അല്ലെ? ഹെഡിങ് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്, ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിലുള്ള ഇടപെടലുകൾ, ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്, അങ്ങനെ ഒരു ഹെഡിങ് ഉണ്ട് കേട്ടോ. അതിന്റെ കീഴിൽ എഴുതിയിരിക്കുന്നതാണ് ഹോസ്പിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേറ്റീവിൽ പറഞ്ഞ പോയിന്റ്, ഹോസ്പിറ്റൽ ടൂർസ് ബൈ ഗ്രൂപ്പ്സ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് വാരിയസ് ഓർഗനൈസേഷൻസ്, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്, റിലീജിയസ് ലീഡേഴ്സ് എക്സെട്ര. അപ്പൊ അവരൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റൽ ടൂറുകൾ കണ്ടക്ട് ചെയ്യാം, വിസിറ്റുകൾ നടത്താം. പിന്നെ എന്താ പറയുന്നത്? ഹെൽത്ത് ഫെയർ. ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഹെൽത്ത് ഫെയർ, എക്സിബിഷൻസ്, അതുപോലെ സ്പെഷ്യൽ ക്ലിനിക്സ്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, ഓർഗനൈസ് കരിയർ ഡേ എക്സെട്ര. ദീസ് ആർ ദ ഡിഫറെന്റ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ഈ പറഞ്ഞത് കേട്ടോ. ഹെൽത്ത് ഫെയർ നടത്തുന്നതും, എക്സിബിഷൻ നടത്തുന്നതും, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നതും, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇതിന് എക്സാമ്പിളാണ്. പിന്നെ ഹോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ്. അതുപോലെ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ് ഇതെല്ലാം തന്നെ നടത്താം. പിന്നെ എന്താണ്? ഓൾ ദിസ് ഹെൽപ്സ് ഇൻ പ്രൊജക്ടിങ് every aspect of the hospital's operations, including some of the highly technical functions. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് ഹെൽത്ത് ഫെയർ കണ്ടക്ട് ചെയ്യുക, എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക, ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്തുക, ഹോസ്പിറ്റൽ ടൂറുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കിനെ അറിയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ബോറടിക്കുന്നില്ല ക്ലാസ് നിങ്ങൾക്ക്? ബോറടിക്കുന്നില്ല അല്ലേ? ഓക്കെ. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അഡ്വൈസറി കമ്മിറ്റിയെ പറ്റിയിട്ടാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതിന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, എന്താണ് അഡ്വൈസറി കമ്മിറ്റി എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിയേ, അഡ്വൈസറി കമ്മിറ്റിയുടെ റോൾ എന്താ നോക്കിയേ. ഇറ്റ്സ് റോൾ ഷുഡ് ബി ടു സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ദ മെത്തേഡ്സ് ടു ഓവർകം their shortcomings. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അഡ്വൈസറി കമ്മിറ്റിയുടെ റോൾ എന്താണ്? ഇറ്റ്സ് റോൾ ഷുഡ് ബി ടു സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ the methods to overcome their shortcomings.
അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകള് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ റോള്? അഡ്വൈസറി കമ്മിറ്റിയുടെ റോള്. പേര് ഇങ്ങനെ നമുക്കറിയാലോ, അഡ്വൈസ് കൊടുക്കുന്ന കമ്മിറ്റിയാണ് അല്ലെ, അഡ്വൈസറി കമ്മിറ്റി. അവരെന്താ ചെയ്യുന്നത്? അവര് ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകളെ, ഷോർട്ട് കമ്മിങ്സിനെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സജഷൻസും കൊടുക്കുന്നത് ആരാണ്? അഡ്വൈസറി കമ്മിറ്റിയാണ്. Okay, and interpret the functioning of the hospital to the community. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിയെ അറിയിക്കാനും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ സജഷൻസും കൊടുക്കുന്നത് ആരാണ്? അഡ്വൈസറി കമ്മിറ്റിയാണ്. അതുപോലെ അഡ്വൈസറി കമ്മിറ്റിയാണ്. ഇത് അങ്ങനെ തന്നെ എടുത്തു ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തതാണ് സ്പീക്കേഴ്സ് ബ്യൂറോ. സ്പീക്കേഴ്സ് ബ്യൂറോനെ പറ്റി പറയുന്നത് എന്താ നോക്കിയേ. CEO and the staff should use every opportunity to speak to other service organizations and institutions on health matters. സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന CEO, സ്റ്റാഫ്, അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആളുകള്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, അതുപോലെ മറ്റ് സ്റ്റാഫുകള്, അവരെന്ത് ചെയ്യണം? ഈ ആരോഗ്യ കാര്യങ്ങളില് മറ്റു പല ഓർഗനൈസേഷൻസ്, മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് സംസാരിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അവിടെയും ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നടക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിലെ CEO, മറ്റ് സ്റ്റാഫുകള് എന്ത് ചെയ്യാണ്? ഹെൽത്ത് മാറ്റേഴ്സിനെ പറ്റിയിട്ട് അതേ ഫീൽഡിൽ നിൽക്കുന്ന മറ്റു ഓർഗനൈസേഷൻസ്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് സംസാരിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും അവിടെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറയുന്നത്. ഇത് വേറൊന്നും അല്ല, നമ്മൾ പഠിച്ച എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? അത്രയും കാര്യങ്ങള് ഓക്കെ ആണോ? വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. വായിച്ചു നോക്കിയാ? ഷാനിയില്ലേ ക്ലാസ്സില്? ഷാനീനെ കണ്ടില്ലല്ലോ ക്ലാസ്സിലില്ലേ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെത്തേഡുകൾ വരെയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. 2 മെത്തേഡ് ഉണ്ട്, ഓപ്പറേറ്റീവ് മെത്തേഡ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഉണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം അല്ലെ. അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? അതാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? അത് ചോദിക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്? ഇങ്ങനെയൊക്കെ നമുക്കത് അറിയാൻ പറ്റും. ഒന്ന്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്. സർവേകൾ കണ്ടക്ട് ചെയ്യാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സർവേകൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആ സർവേകളിലൂടെ അറിയാൻ പറ്റും നല്ല റിലേഷൻ ആണോ ഇല്ലയോ എന്നുള്ളത്. ഒരു ഹോസ്പിറ്റലിനെ പറ്റിയോ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ട് നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുകയാണ്, ഒരു സർവേ കണ്ടക്ട് ചെയ്യാണ്. അതായത് ആ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളില് അതിലെ പബ്ലിക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേ
സർവേ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു ക്വസ്റ്റിനെയർ ഒക്കെ ഉണ്ടാവും, ഒരു ചോദ്യാവധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളത് സർവേ ചെയ്യാണ്. അതിന് സർവേകളിലൂടെ നമുക്ക് അറിയാൻ പറ്റില്ലേ നല്ല റിലേഷൻ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. സോ ഒരു ഇൻഡിക്കേറ്റർ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. പിന്നെ വരുന്നത് ജനറൽ ഒപ്പീനിയൻ പോൾ ആണ്. ജനറൽ ഒപ്പീനിയൻ പോള്, പൊതുജനാഭിപ്രായ വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കും, അത് നമ്മൾ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവരുടെ അഭിപ്രായം അവരോട് പോൾ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത് നമ്മൾ അവരോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ അപ്പോഴും നമുക്ക് അറിയാൻ പറ്റും പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ജനറൽ ഒപ്പീനിയൻ പോൾ. അപ്പൊ പോളിംഗ് കൂടുതലാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? പോളിംഗ് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ആളുകൾ അതിനെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാണ്, അവർ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. സോ ജനറൽ ഒപ്പീനിയൻ പോൾ, പൊതുജനാഭിപ്രായം വോട്ടെടുപ്പ്. പിന്നെ ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന കെയർ കൊടുക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പോയിന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അറിയാൻ പറ്റും നല്ല റിലേഷൻ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ. നല്ല ക്വാളിറ്റി ഉള്ള കെയർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും? നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടെന്നാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പിന്നെന്താണ്? നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്. നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം അത് വെച്ച് നമുക്ക് അളക്കാൻ പറ്റും. ഒരുപാട് പരാതികൾ ഒരു ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഹോസ്പിറ്റലിലെ സേവനങ്ങൾ അത്ര തൃപ്തികരമല്ല, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻ ഇല്ല എന്നാണ് കാണിക്കുന്നത് അല്ലെ. കംപ്ലൈന്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ, കംപ്ലൈന്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? ആ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളുടെ ജനങ്ങൾ സംതൃപ്തരാണ്, അവർ സാറ്റിസ്ഫൈഡ് ആണ്, അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. കണ്ടോ? നമ്മൾ ഓരോ തന്നെ ഗുഡ് സർവീസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ വരുന്ന മറ്റൊരു ഇൻഡിക്കേറ്റർ ആണ് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന സ്വമേധയാ ഉള്ള ചില എഫർട്ടുകള്. എന്ത് എഫർട്ടിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്? ഇപ്പൊ ഒരു ഹോസ്പിറ്റല് ഒരു റീജിയനിൽ പ്രവർത്തിക്കുന്നു, നല്ലൊരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ ഒരുപാട് നല്ല സേവനങ്ങൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്, ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പബ്ലിക് ആണെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ നിലനിർത്താനാണ് അവർ ശ്രമിക്കുക. കാരണം ഹോസ്പിറ്റൽ അവർക്ക് ഒരു അസറ്റ് ആയിട്ടാണ് അവരത് കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ സ്വമേധയാ മുൻകൈ എടുത്ത് വരും അല്ലെ. നമുക്കിപ്പോ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നത് യൂസ്ഫുൾ ആവുന്ന സംഭവം നിലനിർത്താനായിട്ട് എല്ലാവരും തയ്യാറാവും. എന്നതുപോലെ തന്നെ എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വോളണ്ടറി എഫർട്സിന്റെ ആ ഒരു വ്യാപ്തി അത് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. കൂടുതൽ വോളണ്ടറി എഫർട്സ് ഇപ്പൊ നമ്മള് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കാം, അതാരും നിർബന്ധപൂർവ്വം ചെയ്യുന്നില്ല. കമ്മ്യൂണിറ്റി അവരുടെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയാം, ഹോസ്പിറ്റലിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഹോസ്പിറ്റലിനോട് അവർക്ക് നല്ലൊരു താല്പര്യം ഉള്ളത് കൊണ്ടാണ്. ആ ഹോസ്പിറ്റലിന് പബ്ലിക്കായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെ. സോ എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വോളണ്ടറി എഫർട്സിന്റെ വ്യാപ്തി അത് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്. ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മീനിങ് നോക്കുമ്പോൾ വിറ്റുവരവ് അങ്ങനെയൊക്കെയുള്ള മീനിങ് കാണുന്നുണ്ട്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അതെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ സർവീസിലായിക്കോട്ടെ, അവിടുത്തെ ജോലി സാഹചര്യങ്ങളില് അവിടുത്തെ സ്റ്റാഫുകള് സാറ്റിസ്ഫൈഡ് അല്ലാന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യും? ആ ജോലി വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്. ഹെൽത്ത് സ്റ്റാഫുകളുടെ ടേൺ ഓവർ നോക്കിയിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും. കൂടുതൽ ടേൺ ഓവർ ഉണ്ട്. ടേൺ ഓവർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി വേണ്ട, ജോലി മതിയാക്കി പോകുന്ന ആളുകൾ, ഇതാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന ടേൺ ഓവർ.
ആ ടേൺ ഓവർ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? മോശം പബ്ലിക് റിലേഷൻ ആണെന്നാണ് എന്റെ അർത്ഥം, അല്ലെ? അതേസമയം ടേൺ ഓവർ കുറവാണ്. ടേൺ ഓവർ കുറവാണെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടുത്തെ സേവനങ്ങളിലായിക്കോട്ടെ, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ അവിടുത്തെ എംപ്ലോയീസ് കൂടുതൽ എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെ? അതാണ് എന്റെ അർത്ഥം. അങ്ങനെയുണ്ടെങ്കിൽ എന്റെ മീനിങ് എന്താണ്? പബ്ലിക്കായിട്ട് നല്ല റിലേഷൻ ഉള്ളത് കൊണ്ടാണ്, അല്ലെ? ടേൺ ഓവർ കുറയുന്നത് അപ്പോഴാണ്. ടേൺ ഓവർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു മോശം പബ്ലിക് റിലേഷനെ ആണ്. ഓക്കെ, പിന്നെ വരുന്നത് കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് പേഷ്യൻസ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്. അതുപോലെ ക്ലിനിക്കുകളിലെ ഹെൽത്ത് സെന്ററുകളിലൊക്കെ വരുന്ന പേഷ്യൻസിന്റെ അറ്റൻഡൻസിലുള്ള ആ ഒരു എന്താ പറയാ സ്ഥിരത എന്നൊക്കെ നമ്മൾ പറയില്ലേ? സ്ഥിരമായിട്ട് ആളുകൾ അവിടെ വരുന്നുണ്ട്, ഹെൽത്ത് സെന്ററിൽ വരുന്നുണ്ട്, ക്ലിനിക്കുകളിൽ വരുന്നുണ്ട്, സ്ഥിരമായിട്ട് ആളുകൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു സേവനമായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവാം. അതിന് ആ ഹോസ്പിറ്റലിന് അറിയാം ഹെൽത്ത് സെന്ററിന് ക്ലിനിക്കിന് പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അതിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് എന്താണ്? ഡൊണേഷൻസ്. ഡൊണേഷൻസ്, കൂടുതൽ ഡൊണേഷൻസ് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാവും. നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ ഡൊണേഷൻസ് ലഭിക്കുകയുള്ളൂ, അല്ലെ? പിന്നെ അടുത്തത് എന്താണ്? ഇൻ പേഷ്യൻസ് ഹു ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. രാമാന്ന് കേട്ടിട്ടുണ്ടോ? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതുപോലെ തന്നെ മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട് ലീവ് ചെയ്ത് പോകുന്ന ഇൻ പേഷ്യൻസുകളുടെ എണ്ണം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ ആളുകൾ മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവാണ്, ലീവ് ചെയ്ത് പോവാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല കാരണങ്ങളാവാലോ. ഇപ്പൊ ഒരു പക്ഷെ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവില്ല, അവർക്ക് കോസ്റ്റ്ലി ആയതുകൊണ്ടാവാം, എന്ത് കാരണം വേണമെങ്കിലും ആവാം, അല്ലെ? ഇപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഇൻപേഷ്യൻസ് എന്ത് ചെയ്യപ്പെടാം? ചിലപ്പോൾ അവിടെ നിന്ന് ലീവ് ചെയ്ത് പോവാം, അല്ലെ? അപ്പൊ അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. അങ്ങനെയുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുള്ള പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ജനറൽ ഒപ്പീനിയൻ പോൾ, ക്വാളിറ്റി ഓഫ് കെയർ യൂസിംഗ് ചെക്ക് ലിസ്റ്റ്, number of complaints received, extent of voluntary efforts by the community, അതുപോലെ തന്നെ turnover of the health staff, consistency of the attendance of patients in health centers, donations, inpatients who live against medical advice. Clear ആയോ? ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. വായിച്ചില്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും പുറത്തുള്ളവരുണ്ടോ? മനസ്സിലോ അങ്ങനെ ആരെങ്കിലും ഉള്ളവരുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ അറിയോ? ഉണ്ടോ അങ്ങനെ ആരെങ്കിലും? വേറെ നാട്ടിലുള്ളവർ തന്നെയല്ലേ? ഉണ്ട്. ആരാണ്? ശരണ്യ തൻസിയൊക്കെ പുറത്താണോ? പ്രസീത. പ്രസീത. ആ ഓക്കെ ഓക്കെ. പ്രസീത അല്ലെ? പ്രസീത ക്ലാസ്സിൽ കയറിയിട്ടില്ലേ? ബഹറിലാണോ? ഉണ്ടല്ലേ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ പ്രസീതെ? ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന പ്ലേസിന് കുഴപ്പമില്ല മാം, പക്ഷെ ഞങ്ങൾക്ക് ചുറ്റുവട്ടം ഇപ്പോഴും വീണോണ്ടിരിക്കുക. ആണോ? ഓക്കെ ഓക്കെ. 1 കിലോമീറ്റർ അപ്പുറത്തും 2 കിലോമീറ്റർ അപ്പുറത്തും ഇപ്പോഴും മിസൈൽ വീഴുന്നുണ്ട്. ഞങ്ങളുടെ പ്ലേസിന് പ്രശ്നമില്ല, ഇപ്പൊ ഇതുവരെ പ്രശ്നമില്ല. ഞങ്ങളുടെ പുറകു സൈഡിലും സിറ്റിയിലും ഒക്കെ ആയിട്ട് ഇപ്പോഴും വീണോണ്ടിരിക്കുന്നുണ്ട്. ആണോ? എന്തായാലും നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടല്ലേ എവിടെ ഇരിക്കണേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ ഇവിടെ ഒന്നുമില്ല, ഇപ്പൊ ഇവിടെ കുഴപ്പമില്ല, സേഫ് ആണ്. ഞങ്ങളുടെ ഏരിയ സേഫ് ആണ്. മനാമ സിറ്റിയില് ഇപ്പോഴും വീണോണ്ടിരിക്കുന്നുണ്ട്.
അത് കുറച്ച് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ കൂടെ സൗണ്ട് കേട്ടതേ ഉള്ളൂ. ഓ അത് ശരി ശരി ശരി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് നാട്ടിലുള്ളവർക്ക് ടെൻഷനാണ്, എന്താണ് അവിടുത്തെ ആലോചിച്ചിട്ട്. ഞാൻ ചോദിക്കാതിരുന്നതാണ്, ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. നമ്മുടെ ക്ലാസ്സിൽ നാട്ടിൽ പലതവണയായി വിളി. ആണല്ലേ? എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ, ആർക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നതിന് സാധിച്ചോണ്ടിരാൻ ആദ്യമാണ്. എന്നുവെച്ചാൽ ഓരോരുത്തരുടെ ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാവർക്കും ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, പുറത്തുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അതിങ്ങനെ ആലോചിക്കുമ്പോ ഒരു ടെൻഷനാണ്. നിങ്ങളൊക്കെ സേഫ് അല്ലേ എന്നായിട്ട് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ. ഇപ്പൊ ചിലപ്പോ ചിലർക്ക് ചോദിക്കുമ്പോ വിഷമാവുമല്ലോ, മീൻസ് ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ആണെങ്കിലും പുറത്തുള്ളവരാകുമ്പോ അവർക്ക് ഇനി ഓൾറെഡി ഇത് കേൾക്കുമ്പോ ഒരു സങ്കടം ഉണ്ടാവും. അപ്പൊ എന്റെ കൂടെ ഞാൻ ചോദിച്ചു വിഷമാവുണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്നാലും പ്രത്യേക സേഫ് ആയിട്ട് ഇരിക്കണം അറിഞ്ഞിട്ട് സന്തോഷം കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറട്ടെ, ഇതൊക്കെ പെട്ടെന്ന് മാറട്ടെ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദുബായിലുണ്ട് എന്റെ ഒരു ഫ്രണ്ട്. അന്ന് ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു, സേഫ് ആയിട്ട് ഇരിക്കണമെന്നാണ് പറഞ്ഞത്. കുറെ മലയാളികൾ ഉണ്ടല്ലോ ഗൾഫിലൊക്കെ, അത് ആലോചിക്കുമ്പോ സത്യം പറഞ്ഞ ഭയങ്കര ഒരു വിഷമം. ഇന്ന് അവസാനിച്ചാലാണല്ലോ നമുക്കൊരു സമാധാനമുള്ളൂ. ഇതിപ്പോ ഇവരിങ്ങനെ ചെയ്തതിന്റെ പേരിൽ നിരപരാധികളായ കുറെ ആൾക്കാർ കിടന്ന് വിഷമിക്കുകയാണ്. എന്താണ് കല്യാണം? ബ്രദർ സൗദിയിലുണ്ടല്ലോ, അവിടെയുണ്ട്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും, ഒമാനിലും സൗദിയിലും ഖത്തറിലും ദുബായിലും ഒക്കെ കേൾക്കുന്നുണ്ട് പല തരത്തിലുള്ള ഇഷ്യൂസ്. ശരിക്കും പറഞ്ഞ ഇറാൻ US-ന്റെ മറ്റും അവരുടെ ബേസ് ക്യാമ്പിനാണ് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ അറ്റാക്ക് ചെയ്യുമ്പോ വരുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതാലോചിക്കുമ്പോ ഒരു വിഷമം. എന്താ ചെയ്യാലേ, ആർക്കോളും പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് തന്നെ ഓക്കെ ആവട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? എക്സ്റ്റെൻഡ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി ആണെല്ലാം പറഞ്ഞു അല്ലെ. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ, ചോദിക്കാറുണ്ട്. എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്കൊരു കമ്മ്യൂണിറ്റീനെ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാം എന്നാണ് അവിടെ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ എന്താണ് ഹരിത ആണോ? ഓക്കെ, ഹരിതയുടെ ബ്രദർ ദമാമിലുണ്ട് അല്ലെ? ഓക്കെ, ഇല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവർക്ക് പ്രശ്നങ്ങളില്ല, സേഫ് ആയിരിക്കും. നമ്മളെ ആൾക്കാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമ്മള് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമുക്ക് പോകാം, പേടിക്കൊന്നും വേണ്ട. അപ്പൊ നോക്കാം, നമ്മൾ ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് പബ്ലിക് റിലേഷനെ എഫക്ട് ചെയ്യുന്നത്, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. നമ്മളിത് പറയുന്നതിന്റെ ഒപ്പം തന്നെ പോയിന്റ് ആയിട്ട് പറയാം. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് നമ്മളിപ്പോ ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് പബ്ലിക് റിലേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നു. മനസ്സിലായി? നല്ല പബ്ലിക് റിലേഷൻ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നു. ഇനി ഈ പറയുന്ന ഓരോ ഇൻഡിക്കേറ്റേഴ്സും എങ്ങനെയൊക്കെയാണ് പബ്ലിക് റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻസ് അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാണ് സഹായിക്കുന്നത്? എന്തിനാണ് സഹായിക്കുന്നത് നോക്കിയേ. ഇൻഡിക്കേറ്റേഴ്സ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ ആൻഡ് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ഇൻടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്. കണ്ടോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ എന്തിനു സഹായിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എന്തിനാണ് സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ ആൻഡ് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ഇൻടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്. അല്ലെ, നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് അറിയാൻ പറ്റും നല്ല റിലേഷൻ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മെഡിക്കൽ കെയറുകൾ കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യേണ്ട മാർഗങ്ങള് ഐഡന്റിഫൈ ചെയ്യാനും അൾട്ടിമേറ്റ്ലി നമ്മുടെ പേഷ്യൻസിനെ ബെറ്റർ ആക്കാനും ഹാപ്പിയർ ആക്കാനും അത് സഹായിക്കും. അല്ലെ, നമുക്ക് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് അറിയാൻ പറ്റും എന്തൊക്കെ പോരായ്മകളുണ്ട്. ഇപ്പൊ സർവേ ഒക്കെ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും റിലേഷൻ എങ്ങനെയാണ്, നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ മോശം പബ്ലിക് റിലേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും, എന്തുകൊണ്ട് മോശം പബ്ലിക് റിലേഷൻ ആയി, അവിടെ ഏതെങ്കിലും നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലെ,
അങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ മനസ്സിലാക്കി മെഡിക്കൽ കെയറിൽ കുറെ കൂടെ ബെറ്റർ ആക്കാൻ നമുക്ക് സാധിക്കും. അത് അൾട്ടിമേറ്റ്ലി പേഷ്യൻസിനെ ഹാപ്പിയർ ആക്കുന്നു, അവരെ സാറ്റിസ്ഫൈഡ് ആക്കും. അതിന് എന്ത് സഹായിക്കുന്നുണ്ട്? ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അടുത്ത നോക്കിയേ, നമ്മൾ പറഞ്ഞല്ലോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേനെ പറ്റി നമ്മൾ പറഞ്ഞു. സർവേ എങ്ങനെയാണ് നടത്താന്നൊക്കെ നമുക്കറിയാലോ. നമ്മൾ സർവേകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ വീടുകളിലൊക്കെ നമുക്ക് നോട്ടീസ് സർവേയുടെ ഭാഗമായിട്ടൊക്കെ കൊണ്ടുവരാറുണ്ട്. കൂടുതലും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിരിക്കും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കണ്ടക്ടഡ് ബൈ an outdoor survey agency or done as an in-house survey. സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ നടത്താം. ഒന്ന് ഔട്ട്ഡോർ സർവേ ഏജൻസി, അതായത് പുറത്ത് നമുക്ക് ഏതെങ്കിലും ഏജൻസി മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാം, സർവേകൾ കണ്ടക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇൻ ഹൗസ് സർവേ നടത്താം. അതായത് രണ്ട് തരത്തിൽ സർവേ നടത്തുന്നത്. ഒരു ഹോസ്പിറ്റലിന് പബ്ലിക് ആയിട്ടുള്ള റിലേഷൻ ആണ്, നമുക്ക് പുറത്തെ ആളുകളുമായിട്ട് പബ്ലിക്കിലേക്ക് ചെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സർവേ നടത്താം. ഔട്ട്ഡോർ ആയിട്ടുള്ള സർവേ നടത്താം. അതിന് നമുക്ക് ഔട്ട്ഡോർ സർവേ ഏജൻസികളുടെ സഹായത്തോടു കൂടി നമുക്ക് സർവേ നടത്താം. പിന്നെ ഇൻ ഹൗസ് സർവേ നടത്താം. ഹോസ്പിറ്റലിന് അകത്ത് വരുന്ന ആളുകൾക്കിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, സർവേ നടത്താം. എങ്ങനെ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും, പബ്ലിക് റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ സാധിക്കും. A survey questionnaire with options is provided to the patients. ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റിനെയർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഓപ്ഷൻസ് ഉൾപ്പെടെ ഒരു ക്വസ്റ്റിനെയർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതുവരെ ഇവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞില്ല, വലിയ ചാപ്റ്റർ ആണെങ്കിൽ ഇത് പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. എളുപ്പമാണ് നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഇതിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് പബ്ലിക് റിലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഞാൻ പോയിന്റ് ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതിനാണ് അതേ ക്വസ്റ്റ്യൻ. പിന്നെ അതേ നമുക്ക് പഠിക്കാനില്ല. പിന്നെ എന്ന് പറയുമ്പോൾ പബ്ലിക് റിലേഷൻ ഓഫീസറും അതിന്റെ ക്വാളിറ്റി, അവരുടെ റോള്, അതൊക്കെ കഴിഞ്ഞത്രേ ഉള്ളൂ കേട്ടോ. ഇത് ചാപ്റ്റർ ആണെങ്കിൽ കുറച്ച് പഠിക്കാൻ. ശരി, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. എന്നിട്ട് ക്ലാസ്സില് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ വായിക്കുക കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു. Okay, thank you, ma'am. Okay, thank you, ma'am.